3, 2, 1. വെയിറ്റ് ഫോണിൽ ഫാൻ ഉള്ളതുകൊണ്ട് ഈ കാണിക്കുന്ന പരിപാടിയല്ലാതെ ആക്ച്വലി ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് ഇൻഡെപ്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഓപ്പോ K13 ടർബോ ആൻഡ് ടർബോ പ്രോ. രണ്ടിനെയും ഒരേ നിറത്തിലുള്ളത് കൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും കൺഫ്യൂഷൻ ആവും. ഫ്ലാഷിന്റെ മുകളിൽ മറുകുള്ളവൻ K13 ടർബോ, ഫ്ലാഷിന്റെ മുകളിൽ വരെയുള്ളവൻ K13 ടർബോ പ്രോ. രണ്ടും കാണാൻ ഡിറ്റോ ഒരേപോലെ ആണെങ്കിലും ചെറിയ മാറ്റങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ബാക്കിൽ ക്യാമറയ്ക്ക് താഴെ ആർക്ക് റിയാക്ടർ പോലിരിക്കുന്ന ഈ ഒരു ഫാന്, അതിന് ചുറ്റും ടർബോയിൽ നിങ്ങൾക്ക് ടർബോ ലൂമിനസ് റിംഗ് ആണ് കിട്ടുന്നത്. ടർബോ പ്രോയിൽ നിങ്ങൾക്ക് അത് ഒരു ടർബോ ബ്രീത്തിങ് ലൈറ്റ് ആണ് കസ്റ്റമൈസ് ചെയ്യാനായിട്ടും പറ്റും. പക്ഷേ ജെന്യുവൻ ആയ ഒരു ഡൗട്ട് കമന്റ് സെക്ഷനിൽ വന്നായിരുന്നു, ബ്രോ ഫോണുകളുടെ എല്ലാം പ്രോസസർ ഈ സൈഡിലല്ലേ, അപ്പോൾ ഈ അറ്റത്ത് കൊണ്ട് ഫാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ കാറ്റ് വലിച്ചെടുത്ത് ഇതിന്റെ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പ്രൊസസർ അത് അറിയുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾക്ക് ആദ്യം AnTuTu സ്കോർ റൺ ചെയ്ത് നോക്കാം. രണ്ട് ഫോണും ഏറ്റവും ആദ്യം ഞാൻ ഫാൻ ഓഫ് ആക്കി AnTuTu റൺ ചെയ്ത് നോക്കി. ടർബോ പ്രോയിൽ ഏകദേശം 19.3 lakhs AnTuTu സ്കോർ, ടർബോയിൽ ഏകദേശം 15.8 lakh AnTuTu സ്കോർ. പക്ഷേ നിങ്ങൾ അവിടെ ടെമ്പറേച്ചർ ശ്രദ്ധിച്ചോ, രണ്ടും ഏകദേശം 38-39 ഡിഗ്രി വരെയാണ് ചൂടായിരിക്കുന്നത്. ഇനി ഫാൻ ഓൺ ആക്കി രണ്ടിലും ഇതേ AnTuTu സ്കോർ റൺ ചെയ്തപ്പോൾ ടർബോ പ്രോയിൽ ഓൾമോസ്റ്റ് 19.5 lakhs AnTuTu സ്കോർ, മാക്സിമം നിങ്ങൾക്ക് 22.5 lakhs മുകളിലും കിട്ടുന്നുണ്ട്. ടർബോയിൽ ഓൾമോസ്റ്റ് 16 lakhs AnTuTu സ്കോർ വന്നു. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, കഴിഞ്ഞ തവണ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ രണ്ട് ഫോണുകളിലും 34-35 ഡിഗ്രി വരെ മാത്രമേ ചൂട് കൂടിയിട്ടുള്ളൂ. അത് ശരിയാണല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ സാധനം കണ്ടോ, ഇവിടെ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച പ്രോസസർ ഇരിക്കുന്നത്. എന്നാൽ ഇതൊരു എൽ ഷേപ്ഡ് ഡക്റ്റ് ആണ്. ഇതിനെ ഓപ്പോ അവരുടെ സ്റ്റോം എഞ്ചിൻ എന്നാണ് വിളിക്കുന്നത്. ഇതിൽ കൂടെ കാറ്റ് സക്ക് ചെയ്ത് അത് ഉള്ളിൽ കൂടെ പോയി ഈ പ്രോസസറിനെ തണുപ്പിച്ച് അടിയിൽ കൂടെ വന്നതാ ഈ സൈഡിൽ കൂടെ പോകും. ആൻഡ് ഈവൻ ഇവിടെ വെച്ചിരിക്കുന്നതിന്റെ വേറൊരു കാരണം എന്താ വെച്ചാൽ, ഈ ഫാൻ ഓൺ ആക്കിക്കൊണ്ട് നിങ്ങൾക്ക് വെള്ളത്തിൽ മുക്കാം. അതൊന്നും പറ്റില്ല, ഫുള്ളി വാട്ടർ പ്രൂഫ് ആണ്. IPX9, X8 ആൻഡ് X6 റേറ്റിംഗോട് കൂടി വാട്ടർ പ്രൂഫ് ആണെങ്കിലും മൂവിംഗ് പാർട്സ് ആണുള്ളത് എന്നുള്ളതുകൊണ്ട് ഡസ്റ്റ് പ്രൂഫ് അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ബോക്സിനകത്ത് ഇതിനകത്ത് ഡസ്റ്റ് കയറി കഴിഞ്ഞാൽ തട്ടിക്കളയാനുള്ള ബ്രഷ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എത്രത്തോളം പ്രോസസറിനെ സ്റ്റേബിൾ ആക്കുന്നുണ്ട് എന്നറിയാനായിട്ട് നമുക്കൊരു ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്യാം. ആദ്യം രണ്ട് ഫോണുകളിലും നമുക്ക് ഫാൻ ഓഫ് ആക്കിയിട്ട് ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾക്ക് ഇതിനകത്ത് ഫാൻ ഓൺ ആക്കിയിട്ട് ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കി. ത്രോട്ട്ലിംഗ് ടെസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഫാൻ ഓൺ ആക്കുമ്പോൾ ആ ഒരു സ്റ്റെബിലിറ്റി വർദ്ധിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഫാൻ ഓൺ ആക്കിക്കൊണ്ട് ഇതിന്റെ പെർഫോമൻസ് ഊറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ ബാറ്ററി ലൈഫിന് എന്തെങ്കിലും പ്രശ്നം വരുമെന്ന് ചോദിച്ചാൽ, രണ്ട് ഫോണുകളും ഞാൻ ഫുൾ ചാർജ് ആക്കിയത് ദിവസങ്ങൾ മുന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 2-3 ദിവസം മുന്നേ. ബാറ്ററി ബാക്കപ്പ് വൈസ് യാതൊരു പ്രശ്നമില്ല. ആൻഡ് 5 കൊല്ലത്തെ ഒരു ബാറ്ററി ഡ്യൂറബിലിറ്റിയാണ് ഓപ്പോ പറയുന്നത്. പിന്നെ ഗെയിം കളിക്കുമ്പോഴൊക്കെ ചൂടാവാതെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനായിട്ട് ബൈപ്പാസ് ചാർജിങ്ങിന്റെ ഫീച്ചറൊക്കെ ഉള്ളതുകൊണ്ട് ബാറ്ററിക്ക് യാതൊരു പ്രശ്നവും വരുന്നില്ല. ആൻഡ് പ്രൈമറി ആയിട്ടും ഞാൻ ഈ രണ്ട് ഫോണുകളും ഇത്തരത്തിൽ ടെസ്റ്റുകൾ ചെയ്യാനല്ലാതെ ഗെയിമുകൾ കളിക്കാനും യൂസ് ചെയ്തു. രണ്ട് ഫോണിലും ഞാൻ BGMI ഇൻസ്റ്റാൾ ചെയ്തു. BGMI കളിച്ചു നോക്കി. 120 FPS സ്മൂത്ത് 120 FPS കളിച്ചു നോക്കി. ആൻഡ് ഫാൻ ഓൺ ആക്കിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് മാക്സിമം എത്ര നേരം കളിച്ചാൽ പോലും ഹീറ്റ് ആകുന്നില്ല എന്ന് മാത്രമല്ല ടോട്ടലി സ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസ്. സോ 120, 115 അല്ല 118, 119 ആ ഒരു രീതിക്ക് തന്നെയാണ് BGMI കളിക്കുമ്പോൾ ഫുൾ ഉണ്ടാകുന്നത്. ഇനി അതേപോലെ ഇതിന്റെ മാക്സിമം എഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വുതറിംഗ് വേവ്സ് എന്ന് പറഞ്ഞ ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് നോക്കി. ഏകദേശം 30 GB ആണ് ആ ഒരു ഗെയിമിന്റെ സൈസ്. വുതറിംഗ് വേവ്സും കളിച്ചു നോക്കി. ഏകദേശം 1 മണിക്കൂറോളം വുതറിംഗ് വേവ്സ് കളിച്ചിട്ട് പോലും 60 FPS സ്റ്റേബിൾ ആയിട്ട് നമുക്ക് പെർഫോമൻസ് തുടരെ കിട്ടുന്നുണ്ടായി എന്ന് പറയാം. സോ ഫാൻ കാരണം കൊണ്ട് മാത്രമല്ല ഹീറ്റിംഗ് ഇഷ്യൂ ഇല്ലാത്തത്, പ്ലസ് ഇതിനകത്ത് 7000 mm² വേപ്പർ ചേമ്പർ കൂളിംഗ് കൂടുള്ളതുകൊണ്ട് ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസിൽ പീക്ക് ആയിട്ട് തന്നെയാണ് ഇത് പോകുന്നത്. ബൈ ദ വേ, ഇന്റേണൽസിൽ ഈ രണ്ട് ഫോണുകളുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം, K13 ടർബോ പ്രോയിൽ നിങ്ങൾക്കൊരു സ്നാപ്ഡ്രാഗൺ 8s Gen 4 ചിപ്സെറ്റ് ആണ് കിട്ടുന്നത്. ടർബോയിൽ നിങ്ങൾക്ക് Dimensity 8450 ചിപ്സെറ്റ്. യെസ്, Reno 14 പ്രോയിൽ കണ്ട സെയിം ചിപ്സെറ്റ്. ഇനി രണ്ടിലും മുകളിലും താഴെയായിട്ട് നിങ്ങൾക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാണാം. അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. ആൻഡ് ഡിസ്പ്ലേ പെർഫോമൻസും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഇൻഡോർസിൽ മാത്രമല്ല ഔട്ട്ഡോർസിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ പോലും നല്ലൊരു ഡിസ്പ്ലേ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. വെയിൽ കൊള്ളുന്ന സമയത്ത് കളേഴ്സ് എല്ലാം ആക്ച്വലി ബൂസ്റ്റ് ആവുന്നുണ്ട്. വിസിബിലിറ്റിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. പിന്നെ എനിക്കിഷ്ടമായ വേറൊരു കാര്യമാണ് ഈ രണ്ട് ഫോണുകളിലെ ഹാപ്റ്റിക്സ്. പ്രൈസ് ഡിഫറൻസ് എന്തും ആയിക്കോട്ടെ, രണ്ടിൻ്റെ ഹാപ്റ്റിക് പെർഫോമൻസും ഈക്വലി ഗുഡാണ്. നമുക്കറിയാം ഓപ്പോയുടെ ആ ഒരു X-axis ലീനിയർ മോട്ടർ, ആ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഹാപ്റ്റിക്സ് എന്ന് പറഞ്ഞ് ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്ന ചെറിയ സബ്റ്റിൽ വൈബ്രേഷൻസ് നല്ല രസമാണ്. ഗെയിം കളിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ഈ ഒരു സ്വൈപ്പ് ചെയ്യുന്ന സമയത്താണെങ്കിലും കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ ഒരു രസമുണ്ട്. ഓൾസോ ഗെയിമിങ്ങിൻ്റെ സമയത്ത് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടൊരു ഗെയിം പാനൽ കിട്ടുന്നുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ടർബോ മോഡൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. സൈലൻ്റ് ആയിട്ട് ഇപ്പോൾ ഗെയിമിൻ്റെ സ്റ്റാർട്ടിംഗ് സൗണ്ട് ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ സൈലൻറ്റ് സ്റ്റാർട്ട്, ക്വിക്ക് സ്റ്റാർട്ട്, പിന്നെ ചാമ്പ്യൻഷിപ്പ് മോഡ്, നെറ്റ്വർക്ക് ഒപ്റ്റിമൈസേഷൻ, ബ്രൈറ്റ്നസ്
ലോക്ക് ചെയ്യുക എന്നിങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ആ ഒരു പാനലിലും കൊടുത്തിട്ടുണ്ട്. ഗെയിമിൻ്റെ മൊമെൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ അത് ക്യാപ്ചറും ചെയ്യാം. ശരി, പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് രണ്ടിലും ഒരേ 50 മെഗാ പിക്സലിലെ ഒമ്നി വിഷൻ സെൻസറുള്ള ക്യാമറാസാണ് കൊടുത്തേക്കുന്നത്, കൂടെ 2 മെഗാ പിക്സലിലെ ഡെപ്ത് സെൻസറും. ഞാൻ ആക്ച്വലി ഗെയിമിംഗ് ഫോൺ ആയതുകൊണ്ട് ക്യാമറ പെർഫോമൻസ് തീരെ മോശമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇംപ്രസീവ്ലി ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ലൊരു ക്യാമറ ഔട്ട്പുട്ട് തന്നെയാണ് തരുന്നത്. നിങ്ങൾക്ക് സാമ്പിൾസ് ഇവിടെ ഞാൻ കാണിച്ചു തരാം. എന്തിന് ഞാൻ ഞെട്ടിയ വേറൊരു കാര്യം എന്താ അറിയോ, ഫോട്ടോസ് എടുക്കാനായിട്ട് നല്ല രസമുണ്ടെന്ന് മാത്രമല്ല വീഡിയോ ഡിപ്പാർട്ട്മെന്റ് നോക്കുവാണെങ്കിൽ ബാക്ക് ക്യാമറയിൽ നിങ്ങൾക്ക് 4K 60 FPS രണ്ട് ഫോണിലും വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ഗെയിമിംഗ് ഫോണിന് 4K 60 FPS ബാക്ക് ക്യാമറയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. K13 ടർബോ പ്രോയിലുള്ള വീഡിയോ ഫുട്ടേജ് കുറച്ചുകൂടി സ്റ്റേബിൾ ആണ് കമ്പാരിറ്റീവ്ലി. കാരണം K13 ടർബോ പ്രോയിൽ നിങ്ങൾക്ക് OIS ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒരു ഫീച്ചറും കൂടി കിട്ടുന്നുണ്ട് കമ്പയർ ടു K13 ടർബോ. ഫ്രണ്ട് ക്യാമറയുടെ കാര്യം വരുവാണെങ്കിലും സെൽഫിയുടെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല, നല്ല ഡീസൻ്റ് ആയിട്ടുള്ള HDR ഒക്കെ മാനേജ് ചെയ്യുന്ന സെൽഫീസ് എടുക്കുന്നുണ്ട്. ഇനി സെൽഫി വീഡിയോസിൻ്റെ കാര്യം വരുന്ന സമയത്ത് ബാക്ക് ക്യാമറ പോലെയല്ല, ഫ്രണ്ടിൽ നിങ്ങൾക്ക് 1080p 30 FPS മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ 1080p 30 FPS ഫ്രണ്ടിലും ബാക്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ് പോർട്രേറ്റ് വീഡിയോസ് അല്ലെങ്കിൽ ബൊക്കെയുള്ള വീഡിയോസ്. K13 ടർബോ പ്രോ നിങ്ങൾക്ക് പർപ്പിൾ ഫാൻഡം, സിൽവർ നൈറ്റ് ആൻഡ് മിഡ് നൈറ്റ് മാവറിക് എന്ന 3 കളേഴ്സിൽ വരുന്നു. K13 ടർബോ നിങ്ങൾക്ക് പർപ്പിൾ ഫാൻഡം, വൈറ്റ് നൈറ്റ് ആൻഡ് മിഡ് നൈറ്റ് മാവറിക്കിൽ വരുന്നു. സോ ഒരു കളർ തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ പർപ്പിൾ കളർ ഉണ്ടല്ലോ, നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഈ പർപ്പിൾ വാങ്ങിയാൽ മതി കേട്ടോ. ഇത് ഭയങ്കര അട്രാക്റ്റീവാണ്. എവിടെ നിന്ന് കഴിഞ്ഞാലും ഈ സാധനം എടുത്ത് കാണും എന്ന് മാത്രമല്ല, ഞാനിതൊരു ഓപ്പോ ഫോണാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും പറ്റുന്നില്ല. നോക്കി, കറക്റ്റ് ഒരു ഗെയിമിംഗ് വൈബ്. ആ സ്ക്രൂവും കാര്യങ്ങളും ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇവിടെ ആക്റ്റീവ് കൂളിംഗ് മാസ്റ്റർ ദ വിൻഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ലൊരു രസമുണ്ട് ഫോൺ കാണാനായിട്ട് മൊത്തത്തിൽ. ColorOS 15 വരുന്നത് ആൻഡ് എ സെയിം എക്സാക്ട് സ്മൂത്ത്നെസ്, ആ വെണ്ണ പോലെ ഒഴുകുന്ന ആ ഒരു ഫീലിംഗ് അല്ലേ, അത് ഈ രണ്ട് ഫോണുകളിലും വരുന്നുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ് ഇംപ്രൂവ്മെൻറ്റ്. ColorOS എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്നത് ഈ ഒരു സ്മൂത്ത് ആയിട്ടുള്ള UI തന്നെയാണ്. അതുകൂടാതെ ക്യാമറ ആപ്ലിക്കേഷനകത്ത് എറൈസർ പോലെ ഒട്ടനവധി ഫീച്ചേഴ്സും ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ട്രാൻസ്ലേറ്റ്, സമ്മറൈസ്, വോയിസ് സ്ക്രൈബ് പോലെയുള്ള സിസ്റ്റം ഫീച്ചേഴ്സും ഉണ്ട്. എൻ്റെ കൂടെ മൈൻഡിൽ വരുന്ന കാര്യം എന്ന് വെച്ചാൽ എക്സ്ട്രാ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ബട്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും. അത് ചെയ്യുക, ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് ഒക്കെ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം ഫോൺ ഉപയോഗിക്കുമ്പോഴത്തേക്ക് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഓടുന്നുണ്ട്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് മുകളിലായിട്ട് IR ബ്ലാസ്റ്റർ കിട്ടുന്നുണ്ട്. ഇനി ഈ ഫാൻ ഉണ്ടല്ലോ, ഇതുകൊണ്ട് ഗെയിം കളിക്കുമ്പോൾ Antutu റൺ ചെയ്യുമ്പോൾ ആ ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾ ഔട്ട്ഡോർസിൽ പോയിട്ട് ഫോട്ടോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, പുറത്തിരുന്ന് നിങ്ങൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഫോൺ കോൾ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കടയിൽ പോയിട്ട് നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ആ ഒരു ലാഗ് ഉണ്ടല്ലോ, ചൂട് കാരണമുള്ള ലാഗ്, അത് കുറയ്ക്കാനായിട്ട് നല്ലപോലെ സഹായിക്കും. സോ പ്രാക്ടിക്കൽ ഡേ ടു ഡേ യൂസിലും ഫാൻ യൂസ്ഫുൾ ആവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഓപ്പോനെ ആരോ വിഷമിപ്പിച്ചിട്ടുണ്ട്. കാരണം അമ്മാതിരി തിരിച്ചുവരവാണ് ഇവരുടെ ഈ അടുത്ത് കാണുന്ന പല ഫോണുകളും വരുന്നത്. എന്തിനാ K13 എന്ന് പറഞ്ഞ ഫോൺ വന്നപ്പോഴേ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി, ഭയങ്കര വാല്യൂ ഫോർ മണിയായി. ഈവൻ ഓപ്പോ റെനോ 14 സീരീസ് നോക്കുവാണെങ്കിൽ നല്ല രസമുണ്ട്. ഇപ്പോൾ ഇതാ K13 ടർബോ സീരീസും നല്ല പൈസയ്ക്ക് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഡിവൈസാണ്. എസ്പെഷ്യലി K13 ടർബോ എന്ന് പറയുന്നത് റിയലി വാല്യൂ ഫോർ മണിയാണ്. ഈ ടർബോ പ്രോ കുറച്ചുകൂടി ഇതിനേക്കാളും കമ്പാരിറ്റീവ്ലി പ്രൈസ് കൂടുതലാണെങ്കിലും പെർഫോമൻസ് വൈസ് വളരെയധികം ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. കമ്പയർ ടു 8s Gen 4 കൊടുക്കുന്ന പല ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണുകളും ഇത് നേരിട്ട് പൈസയ്ക്ക് വിൽക്കുന്നു എന്നുള്ളതുകൊണ്ട്. ഇനി ഇത് രണ്ടിൻ്റെ വേറെ പ്രൈമറി വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ടർബോ നിങ്ങൾക്ക് 8GB 128ലും 8GB 256ലുമാണ് വരുന്നത്. ടർബോ പ്രോ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ 256GB 8GB 256ഉം അതേപോലെ 12GB 256ലുമാണ്. ഇവിടെ റാം വേരിയൻസിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. LPDDR5X റാമാണ്, UFS 4.0 സ്റ്റോറേജും കൂടിയാണ്. സോ സ്റ്റോറേജ് കോഴ്സ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി, യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ലോങ് ലൈഫായിട്ട് യൂസ് ചെയ്യാനായിട്ടും ഇത് സഹായിക്കും. ഓഫർ ഒന്നും ഇല്ലാതെ ഓപ്പോ K13 ടർബോന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 27,999 ആണ്. K13 ടർബോ പ്രോയുടെ പ്രൈസ് 37,999 റുപ്പീസ് ആണ്. പക്ഷേ ഓഫേഴ്സ് എല്ലാം അപ്ലൈ ചെയ്താൽ ഇതിലും കുറഞ്ഞ പ്രൈസിന് നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ അൺബോക്സിംഗ് കിട്ടുന്നതിന് വരെ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു റിവ്യൂ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ആൻഡ് ഡെഫിനറ്റ്ലി റിവ്യൂ ചെയ്തിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, ഇതെന്തായാലും ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. കൂടുതൽ ഡീറ്റെയിൽസും സ്പെസിഫിക്കേഷനൊക്കെ അറിയണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാൻ, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയുള്ള ഒരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.